എന്റെ പപ്പാനെ കാണാൻ ഇങ്ങോട്ട് വരലില്ല. അമ്മാന്റെ വീട്ടിലേക്ക് വരുന്ന ഓളാന്ന് ചതിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ ഈ ആത്മയുടെ കാരണോളെ എന്റെ പപ്പാനെ കാണാൻ. പപ്പാനെ വേണോ? പപ്പ ഇൻഷാ അള്ളാ വരും മോളെ. അങ്ങനെ വരലുണ്ട് അതാ. വേറെ ആക്കണ്ട, കുറച്ച് സമയം എടുക്കുന്നു മാത്രവാ. അങ്ങനെ ചിലപ്പോ അള്ളാ എല്ലാം അങ്ങനെ ആക്കിയറുണ്ട് അതാ. ചിലപ്പോ ബൈരോട്ട് വരുന്നുണ്ട്, വേറെ ആര് പറയുമ്പോൾ ഒന്നും കേൾക്കണ്ട. ചിലപ്പോ മടങ്ങി വരുത്തുണ്ട് അതാ. അങ്ങനെ ചിലപ്പോ മോള് ഇതായിരുന്നാ മതി അതാ. ഉമ്മ വന്നിട്ടുണ്ടോ നാട്ടില്? അറിയ ഉമ്മ വന്നിട്ടാ നോക്കാൻ ഇങ്ങോട്ട്? തന്നെ ഇങ്ങോട്ട് വരലില്ല. മാമാന്റെ വീട്ടിലേക്ക് വരുന്നത് അല്ല. മോള് ഉമ്മയോട് മുണ്ടിട്ടുണ്ടാ? ഉമ്മ സംസാരിച്ചിട്ടുണ്ടാ മോള് ഉമ്മയോട്? ഇടക്കിടക്ക് വീഡിയോ കോള് മാത്രം ആക്കും. ആര്? മാമന്റെ ഫോണിലേക്കാ? മാമന്റെ ഫോണിലേക്ക്. ഉപ്പന്റെ ഫോണിലേക്ക് വിളിക്കൂല അല്ലേ? ഉപ്പന്റെ ഫോണിൽ വിളിക്കുവോ? വിളിക്കൂല. ഉമ്മ പിന്നെ ഉപ്പയെ വഴക്ക് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉമ്മ ഉപ്പയെ വഴക്ക് പറയാറുണ്ടോ? വഴക്ക് പറയാറുണ്ട് അല്ല? അപ്പഴ ഇപ്പൊ വഴക്കുണ്ടായിരുന്നു ചെറുതുണ്ടാകുമ്പോ. അത് സാറില്ല. മോളിപ്പോ ടെൻഷൻ ആക്കണ്ട, കരയണ്ട. ചങ്ങാതിമാരല്ലേ? കൂട്ടുകാരില്ലേ? കളിക്കുന്നില്ലേ? സ്കൂളിൽ പോകുന്നില്ലേ? അപ്പൊ നീ ടെൻഷൻ ആക്കണ്ട, ആരോടും ഈ കഥ ഒന്നും ചിന്തിക്കണ്ട. നീ പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നല്ല പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഉമ്മെല്ലാം വരും, അല്ല ഉമ്മെല്ലാം വരും കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ ആര് പറയുന്നത് കേൾക്കണ്ട. ഓക്കെ, ടെൻഷൻ ആക്കണ്ട. പിന്നെ മോളെ ഈ ഉമ്മ അന്നേർക്ക് വന്നിട്ട് പോർക്ക് അപ്പൊ ഉപ്പാട് പറയണ്ടെന്ന് പറഞ്ഞാ? ആര് പറഞ്ഞ? എന്റെ ഉമ്മ പറഞ്ഞതാ ഉപ്പാട് പറയണ്ടെന്ന്. എനിക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടാ വരുമ്പോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്നും കൊണ്ടുവന്നിട്ട് മോക്ക് ദുബായിന്ന് വരുമ്പോ? ഇല്ലേ? പറയണ്ടെന്ന് പറഞ്ഞല്ലേ വന്നത്? അതുകൊണ്ട് പോയ ശേഷം ഞാൻ പറഞ്ഞതാ. പോയതിനു ശേഷം പറഞ്ഞത്. അതിന് പേടിക്കണ്ട കേട്ടാ. ഓക്കെ. പൊന്നുമോളുടെ കരച്ചിൽ കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. സുബ്ഹാനല്ലാഹ്. ഈ മുഹമ്മദ് അയാസ് എന്ന് പറയുന്ന കാസർഗോഡ് കുമ്പളയിലെ പെരുവാട് കടപ്പുറ പ്രദേശത്ത് വെച്ച് ഉള്ള ഒരു സഹോദരനാണ് ഈ മുഹമ്മദ് അയാസ്. അദ്ദേഹത്തിൻ്റെ മരണം വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു മരണമാണ്. തൻ്റെ ഭാര്യയിൽ നിന്ന് തനിക്ക് താങ്ങാൻ പറ്റാത്ത അത്രക്കും നൊമ്പരങ്ങളേറ്റ അവസാനം വേറൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ജീവനെടുക്കുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. പൊന്നുമോൾക്ക് ഒരു ഭാഗത്ത് ഉപ്പയും ഉമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടു. യാ അല്ലാഹ്, തൻ്റെ ഉപ്പ മാത്രമേയായിരുന്നു ആ മകൾക്ക് തുണ. ആ പൊന്നുമോൾ പറയുന്നുണ്ട്, വിദേശത്തുനിന്ന് വന്നിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ പൊതി പോലും ആ ഉമ്മ കൊടന്നു വന്നില്ലെന്നാണ്. വിദേശത്ത് ജോലി, എന്തിന് ജോലിക്ക് വിദേശത്ത് പോകണം, നമുക്ക് നാട്ടിൽ ജീവിച്ചുകൂടെ എന്ന് പറയുമ്പോൾ, നിങ്ങളെ ഈ കൂലിവേല കൊണ്ട് എൻ്റെ ലക്ഷക്കണക്കിലുള്ള കടങ്ങൾ തീർക്കാൻ പറ്റുമെന്നാ ചോദ്യം. പ്രിയപ്പെട്ട മുഹമ്മദ് അയാസ്, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. നമുക്കെന്ത് പറയാം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് മനസ്സിൻ്റെ നിലം തെറ്റിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. പണമുണ്ടാക്കുന്ന ഒരു മിഷൻ പോലെ മാത്രമാണ് ചില പെണ്ണുങ്ങൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരൊക്കെ കാണുന്നത്. അതില്ലേ ഒന്നിനും വിലയില്ല. പണം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നവരുണ്ട്. പണമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരു സ്ഥാനവും ഭർത്താവിനില്ല. അങ്ങനെ എത്രയോ വീടുകളുണ്ട്. എല്ലാ സമയത്തും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. ചില സമയത്ത് കയ്യിൽ പണമുണ്ടാവും, ചില സമയത്ത് പണമുണ്ടാവില്ല. കച്ചവടങ്ങളൊക്കെ അധപ്പതിച്ചു പോകും. ആ സാഹചര്യത്തിലൊക്കെ ഒരു താങ്ങും തണലുമാകേണ്ടവരല്ലേ ഭാര്യമാർ. പണമില്ല എന്ന പേരുകൊണ്ട് ഭർത്താവിനെ ഒറ്റപ്പെടുത്തുക, കൂടെ പിറന്ന തൻ്റെ സ്വന്തം ചോര പൈതലിനെ പോലും വെടിയുക, ഒറ്റക്കാക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാണ്. മുഹമ്മദ് അയാസ് പല പ്രാവശ്യം ക്ഷമിച്ചു. മുഹമ്മദ് അയാസിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരാളങ്ങ് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ വെറുക്കാൻ വലിയ പാടാണ്. പിന്നെ വെറുക്കൂല. അദ്ദേഹത്തിന് എന്ത് ദ്രോഹമുണ്ടായാലും അത് സഹിച്ചും ക്ഷമിച്ചും പോകും. അതായിരുന്നു ഭാര്യയെന്ന് എത്ര വലിയ ദ്രോഹമുണ്ടായിട്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചു. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിലക്കും ഭാര്യന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് ഉറപ്പായി
ഈ സഹിച്ചതും ക്ഷമിച്ചതും വെറുതെയാണ്, മനസ്സിൻ്റെ മനോനിലം തെറ്റി. എൻ്റെ പ്രിയപ്പെട്ട, ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാതെ എത്ര കുടുംബങ്ങൾ ആ വേദനത്തോടു കൂടി കഴിയുന്നുണ്ടെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യമാർ, നിങ്ങളെക്കൊണ്ട് ഭർത്താക്കന്മാർക്ക് സക്കീനത്ത് കിട്ടുന്നില്ല എങ്കിൽ എന്തിന് ഈ വിവാഹം കൊണ്ട് എന്ത് നേട്ടമാണ്? ഇങ്ങനെയുള്ളൊരു ഭർത്താക്കന്മാർ കിട്ടുന്നത് വലിയ ഭാഗ്യമല്ലേ? ഇത്രയും സ്നേഹസമ്പന്നമായ ഭർത്താവ്, തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊന്നില്ലാത്ത ഭർത്താവും. അത്തരക്കാർ കിട്ടുന്ന ഭാര്യമാരാണെങ്കിൽ വളരെ മോശപ്പെട്ട ഭാര്യമാരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതുണ്ടല്ലോ, പരലോകത്തെ വലിയ കടുത്ത ശിക്ഷയാണ്. കൂടുതൽ പേര് നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? നന്ദിയില്ലാത്തവരാണ്, ഭർത്താവിനോട് നന്ദിയില്ലാത്തവരാണ്. ഭർത്താവ് ചെയ്ത കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാതെ അതിനെല്ലാം നിസ്സാരമായി കാണുന്നവർ, അവർക്ക് അല്ലാഹു അവരോട് വലിയ വെറുപ്പുള്ളവനാണ്. നോക്കൂ, ഈ പൊന്നുമോളുടെ ജീവിതമൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പാവം ആ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ആശ്വാസങ്ങൾ പറയുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്. എത്ര സമാധാനിച്ചാലും ആ ഉപ്പയുടെ ചാരത്ത്, ആ ഉപ്പയുടെ മടിയിൽ കിടന്നുറങ്ങിയ പൊന്നുമോൾ എങ്ങനെ ഇനി ഉറക്കം കിട്ടും? ഉമ്മയാണെങ്കിൽ വിദേശത്താണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും തണലും ഉപ്പ മാത്രമായിരുന്നു. ആ ഉപ്പ ജോലി വിട്ട് വരുമ്പോൾ ആ ഉപ്പയെ വാരിപ്പുണർന്നുകൊണ്ടിരുന്ന ആ പൊന്നുമോൾ ഇനി ആ രംഗമില്ല എന്ന് പറയുമ്പോൾ, ഓർക്കുമ്പോൾ ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തതാണ്. ഇത്തരത്തിലുള്ള എത്രയോ മക്കൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങി, ഭാര്യയുടെ വീട്ടിലായി, ഭർത്താവിൻ്റെ വീട്ടിലായി. ഇവിടെ ദുഃഖത്തിൽ അകപ്പെടുന്നത് മക്കളാണ്. ഭാര്യയെ കൊന്ന്, ഭർത്താവിനെ പരസ്പരം കൊന്ന്, ഭാര്യ ഖബറിലായി, ഭർത്താവ് ജയിലിലായി. അല്ലെങ്കിൽ ഭർത്താവ് ഖബറിലായി, ഭാര്യ ജയിലിലായി. കാമുകന് വേണ്ടി ഭാര്യയെ കൊല്ലുന്ന, ഇതിലേക്ക് ആ ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു മക്കളാണ് ഇരയാകുന്നത്. ഇതൊക്കെ അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. നമുക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ അനുഭവിച്ച് എണ്ണി ആ പിഞ്ചു മക്കളുടെ കണ്ണീരുണ്ടല്ലോ, അതൊരിക്കലും അള്ളാഹു ഇഹലോകത്ത് തന്നെ അത് അനുഭവിക്കാതെ മരിപ്പിക്കില്ല. പണം ഇത് മാത്രമാണ്. ഭർത്താവും പണം, എല്ലാം പണത്തിൻ്റെ പേരിൽ മാത്രമാണ് കാണുന്നത്. പണമുണ്ടാക്കാൻ കഴിയില്ലേ, അല്ലെങ്കിൽ കയ്യിൽ പണമില്ലെന്ന് തോന്നിയോ, അവന് ഒന്നിനും വേണ്ടാത്തൊരവസ്ഥയാണ്. പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കല്ല, എത്രയോ നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് പണം മാത്രമാണ്. വിവാഹം കഴിക്കണമെങ്കിലോ അദ്ദേഹത്തിന് നല്ല ജോലിയുണ്ടോ, സമ്പാദിക്കാൻ കഴിവുണ്ടോ, അത്രേ നോക്കുന്നുള്ളൂ. സ്നേഹസമ്പന്നനാണോ ഒന്നും നോക്കൂല. അങ്ങനെ വിവാഹം കഴിഞ്ഞു, 1-2 മാസമാകുമ്പോൾ ആ വിവാഹം പിരിഞ്ഞു. പണത്തിന് മാത്രം ആഗ്രഹിച്ച് വിവാഹം കഴിക്കുന്നവർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവിയായ ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. നോക്ക്, മുഹമ്മദ് അയാസിനെ പോലെ ഒത്തിരി ഭർത്താവ് കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള നെരിക്കെട്ട്. കാരണം ഒരുപാട് കടങ്ങളാണ്. താൻ എന്തിനാണ് തന്നെ എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്തു, അങ്ങനെ കടമാണ് കൂടിയത്. സ്വന്തം വീടുമൊക്കെ വിൽക്കേണ്ടി വന്നു. ഭർത്താവിന് മക്കൾക്ക് വേണ്ടി ഒന്നും കടം ചെയ്തില്ല. ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അവൾക്ക് എന്തിന് കടം ഉണ്ടാക്കണം? ഒരുപാട് കടങ്ങളാണ്. ഒപ്പളയുന്നൊരു സഹോദരി വന്ന് കടത്തെ കാര്യം ചോദിക്കുമ്പോഴാണ് ഈ ഭർത്താവിക്ക് കൃത്യമായി അറിയുന്നത് ഇത്രയേറെ കടങ്ങൾ എൻ്റെ ഭാര്യയ്ക്കുണ്ടെന്ന്. എന്തിനായി കടം? ആർക്കാണ് ഈ പണം കൊടുത്തത്? ഒന്നിൻ്റെ വിവരവുമില്ല. അങ്ങനെ ഭാര്യമാരൊക്കെ ഉണ്ട്, കിട്ടിയ സ്ഥലത്ത് നിന്ന് പോയി കടയിൽ നിന്നും പേടിയിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്ന് കടം വാങ്ങുക. ഈ കടം വാങ്ങിയാൽ ഏറ്റവും ബുദ്ധിമുട്ട്, ഭർത്താക്കന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. അതിനെ ഓർത്ത് കരഞ്ഞ് പിന്നെ അവസാനം ജീവൻ നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ചില ഭാര്യമാർ ഇന്നും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ മരണം കാരണം ഞാനാണ്. കാരണം ലക്ഷക്കണക്കിന് കടങ്ങളാണ്. വിദേശത്ത് ഭർത്താവെന്ന് പറയുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് കടങ്ങളാക്കി വീട് കെട്ടി അവസാനം കെട്ടി അടക്കാൻ പറ്റാതെ അവസാനം ഒരു നിവൃത്തിയില്ലാത്ത ഭർത്താക്കന്മാർ എത്രയോ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് സാധിക്കുന്നത്ര ജീവിക്കണം. അതല്ലാതെ ഒരുപാട് കടങ്ങളിങ്ങനെ കുന്നുകൂട്ടി ഞാൻ ജീവിച്ച് അവസാനം പിന്നെ
ഉള്ള വീട് നഷ്ടപ്പെട്ടും കടങ്ങളും ഒരു ഭാഗത്ത് വലിയ പ്രയാസത്തിലേക്ക് നാം എത്തും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിന് സമാധാനമുള്ള ജീവിതമാണ്, സന്തോഷകരമായ ജീവിതമാണ്. അത് ചട്ടക്കൊടിയിൽ ചമ്മന്തി കഴിച്ച് ജീവിച്ചാലും ശരി, സമാധാനത്തോടുള്ള ജീവിതം. എത്ര വലിയ പ്രതിസന്ധി വന്നാൽ ഇതൊരു പരിഹാരമാക്കരുത്. ജീവനൊടുക്കുക എന്നുള്ളത് ഒരിക്കലും, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം മാതൃകയാകേണ്ട സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും വന്നു പോകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ പൊന്നുമോൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.